മൈഥിലി അരവിന്ദനെ കൂട്ടി ഇവിടുന്ന് പോയി. കാരണം എന്താന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഈ ഏട്ടൻ എന്താ ഇങ്ങനെയായിപ്പോയെ? എന്തായി മോളെ? സുമംഗല എന്ത് പറഞ്ഞു? ചടങ്ങിന് അവള് കാണൂല്ലോ അല്ലേ? ഇല്ല, അമ്മ മുറിയിൽ തന്നെ ഇരിക്കുക. അത് ശരിയല്ലല്ലോ. അവളുടെ പേരക്കുട്ടിയുടെ ചടങ്ങല്ലേ? അവളില്ലാതെ അതെങ്ങനെയാ നടത്തുക? വന്നാ ബാലാമണിക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാവും. അങ്ങനെയല്ലല്ലോ. എന്റെ സുമംഗല പങ്കെടുക്കാത്തൊരു ചടങ്ങിന് ഞാനും പങ്കെടുക്കില്ല. അവളെ വിളിക്കുകയാണെങ്കിലേ ഞാനും പങ്കെടുക്കുള്ളൂ. അത് പറ്റില്ല വെച്ചാൽ എന്റെ മോൾ ഒറ്റയ്ക്ക് നടത്തിക്കോട്ടെ. ഉണ്ണിയാമ വെറുതെ അവളെ വാശി പിടിപ്പിക്കാൻ നിൽക്കണ്ട. അവളുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ. ഉണ്ണിയാമ എതിരഭിപ്രായമൊന്നും പറയാൻ നിൽക്കണ്ട. എങ്ങനെയെങ്കിലും ചടങ്ങ് നടക്കട്ടെ. എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. രാഹുകാലത്തിന് മുമ്പ് നീ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള പേരെന്താന്ന് വെച്ചാൽ അത് 3 തവണ കുഞ്ഞിന്റെ ചെവിയിൽ വിളിക്കുക. ഇതാ പായിലേക്ക് ഇരുന്നോളൂ. എന്നിട്ട് കുഞ്ഞിനെ മടിയിലിരുത്തുക. അമ്മ എവിടെ? സുമംഗല അവള് വന്നാ നിനക്ക് ഇഷ്ടാവില്ല എന്ന് വെച്ച്. എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല അച്ഛാ. അച്ഛൻ അമ്മയെ വിളിക്കേ. ഞാനല്ല, അമ്മ ഇതിന് പേരിടേണ്ടത്. അമ്മയ്ക്ക് അതിനുള്ള അവകാശം. ഞാൻ സുമംഗലെ ഇപ്പൊ വിളിച്ചോണ്ടിരാം. അല്ല, എന്താ ഇത്? അമ്മയെ വിളിക്കണമെന്ന് ബാലാമണി ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. കുഞ്ഞിന് നീ തന്നെ പേരിടണമെന്ന്. അത് കേട്ട ഉടനെ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോരുമായിരുന്നു. നീ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി സുമംഗലെ. എനിക്കറിയായിരുന്നു ഏട്ടാ എന്റെ മോൾ എന്നെ വിളിക്കൂന്ന്. ആ കുഞ്ഞിനെ അമ്മയാണ് പേര് വിളിക്കേണ്ടതെന്ന് എന്റെ ബാലാമണിക്ക് അറിയാം. അവളത് പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ അതിനൊരുങ്ങി തന്നെ നിന്നത്. സമ്മതിച്ചിരിക്കുന്നു നിന്നെ. എന്റെ മോളുടെ മനസ്സ് ഇത്രയും അറിഞ്ഞ ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്റെ മോളല്ല, അവള് നിന്റെ മോളാ സുമംഗലെ. ഞാൻ ഇങ്ങനെ ഇവിടെ കാത്തിരിക്കാവൂന്ന് എന്റെ മോൾക്ക് അറിയാമേട്ടാ. ഞാൻ അവളെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് സന്തോഷായി. നിങ്ങൾ അമ്മയും മോളും തമ്മിലുള്ള വഴക്കിനിടയില് വല്ലാണ്ട് പെട്ടുപോയത് ഈ ഞാനാ. രണ്ടാളുടെയും സങ്കടവും കേൾക്കണം, രണ്ടുപേരെയും സമാധാനിപ്പിക്കുകയും വേണം. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇനി എന്താന്ന് വെച്ചാ അമ്മയും മോളും നേരിട്ട് തന്നെ ആയിക്കോളൂ. അതെ, നീ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാതെ വേഗം ചെന്ന് കുഞ്ഞിനെ വാങ്ങ. ഏട്ടൻ നോക്കിക്കോ, ഇന്ന് ഞാൻ അവനെ താഴ്ത്തു വെക്കില്ല. ഇനി അവൾക്ക് മോനെ ഞാൻ തൊടാൻ കൊടുക്കില്ല. എന്നെ വിഷമിപ്പിച്ചതിനെ അവൾക്കുള്ള ശിക്ഷയാ. അതൊക്കെ എന്താന്ന് വെച്ചാൽ നീ നേരിട്ട് എന്ന് പറഞ്ഞോളൂ. എടുക്കമ്മേ. മോന്റെ അമ്മൂമ്മയാ. എന്റെ മോന് പേരിടേണ്ടത് അമ്മയാണ്. അമ്മയ്ക്കുള്ള അതിനുള്ള അവകാശം. അമ്മമ്മേടാ. ഇത് സത്യമാണോ ഏട്ടാ, അതോ എന്റെ സ്വപ്നമോ? സത്യാസുമംഗലേ, കണ്ടോ, ഒരമ്മയും ഒരിക്കലും ക്ഷമിക്കാത്ത തെറ്റാ ഞാൻ ബാലാമണിയോട് ചെയ്തത്. എന്നിട്ടും എന്റെ മോൾ ഈ അമ്മയോട് ക്ഷമിച്ചത് കണ്ടോ? അതാണ് എന്റെ മോള് ബാലാമണി. അമ്മ എന്തിനാ ബാലാമണി ഇത്രയേറെ സ്നേഹിക്കുന്നതെന്ന് എന്റെ മരുമകൾ പലതവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു മോളെ ഏതമ്മയാ സ്നേഹിച്ചു പോവാത്തത്? ഇനി സമയം കളയണ്ട.
ആ നീ അവിടെ ഇരിക്ക. മോന് നല്ലൊരു പേരിടുക. ഞാൻ ഇവനെ എന്ത് പേരിലാ വിളിക്കേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ളൊരു പേരിടുക. നീ അവനത് വിളിക്കുക. ഈ ഒരു അവകാശം നീ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതല്ലേ? അതെ ഏട്ടാ, ഒത്തിരി ആഗ്രഹിച്ചിരുന്നത് തന്നെയാ. അതൊരു പാഴ്മോഹമാണെന്ന് കരുതിയതാ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എന്റെ നാവിലെ പേരുകളൊന്നും വരുന്നില്ല. സന്തോഷം കൂടിയാലും മനസ്സ് ശൂന്യമാവുമല്ലേ ഏട്ടാ? ഞാൻ ഇവനെ എന്ത് പേരിലാ വിളിക്കേണ്ടത്? മുത്തശ്ശന്റെ പേരില്. ആ പേരിനെ എന്റെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? ഇവൻ ആ പേര് മതി. 3 വട്ടം ഇവന്റെ കാതില് അമ്മ ആ പേര് ചൊല്ലിക്കൊടുക്കും. അമ്മേ, അമ്മ അവനെ കൊണ്ട് അങ്ങോട്ടിരിക്കേ. ഇരിക്കമ്മേ. അമ്മേ, അമ്മേ, ഒരുപാട് തെറ്റുകൾ ഞാൻ എൻ്റെ അമ്മയോട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് മാപ്പ് ചോദിക്കണം. എന്നിട്ട് ഈ ചടങ്ങ് നടത്താൻ പാടുള്ളൂ. നീ എന്തിനാ മോളെ അമ്മയോട് മാപ്പ് പറയുന്നത്? അമ്മ നിന്നോടല്ലേ മാപ്പ് പറയേണ്ടത്? അമ്മയല്ലേ ഇവൻ ഇത്രയും കാലം നിന്നിൽ നിന്നും മാറ്റി നിർത്തിയത്. എന്റെ കുഞ്ഞിന്റെയും രക്ഷയെ കരുതിയിട്ടാ അമ്മ അങ്ങനെ ചെയ്തത്. ഞാനത് മനസ്സിലാക്കിയില്ല. ഒക്കെ എന്റെ തിരിച്ചറിവില്ലായ്മയാ. പാകതയില്ലാത്ത എന്റെ മനസ്സ് കാണിച്ചു കൂട്ടിയ വിവരക്കേട്. അതുകൊണ്ടാ ഇവനെ കൺമുമ്പിൽ നിർത്തി ഒന്ന് തൊടാൻ പോലും അനുവദിക്കാതെ ഞാൻ എൻ്റെ അമ്മയോട് മത്സരിച്ചത്. ഞാൻ എൻ്റെ അമ്മയെ വേദനിപ്പിച്ചത്. അമ്മേ, ഈ ലോകത്ത് ബാലാമണി ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്റെ അമ്മയാ. അങ്ങനെയുള്ള എൻ്റെ അമ്മ ബാലാമണിക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കില്ലാതെ പോയമ്മ. നന്ദിയുടെ അമ്മ ഞാൻ കാണിച്ചത്. അമ്മേ, എന്റെ വിവരമില്ലായ്മ അമ്മ പൊറുക്കണം. എല്ലാ തെറ്റുകൾക്കും ഈ ബാലമണി മാപ്പ് ചോദിക്കുക. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ സ്നേഹം എന്റെ ജീവവായു. അതെന്നും എന്റെ കൂടെ തന്നെ വേണം. ഞാൻ അമ്മയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ്. ഒക്കെ നിന്റെ കുറുമ്പായിട്ട് അമ്മ കൂട്ടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ അത്. ഇപ്പൊ രണ്ടാളുടെ പിണക്കം തീർന്നല്ലോ. അപ്പൊ ഇനി ചടങ്ങ് തുടങ്ങാം. ഇരിക്കമ്മേ. അമ്മേ, ഇനി ഇവന്റെ ചെവിയിൽ പേര് വിളിക്കമ്മേ. മാധവൻ, മാധവൻ, മാധവൻ. കണ്ണു നിറഞ്ഞ ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കില്ല. കരയല്ലേ അമ്മേ? അമ്മേ, 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 അച്ഛാ, അമ്മേ, അമ്മേ, സുമംഗലേ, അമ്മേ, എന്താ പറ്റിയത്? അമ്മേ, അമ്മേ, അയ്യോ, അമ്മേ, സുമംഗലേ, അയ്യോ, അമ്മേ, സുമംഗലേ, എന്താ സുമംഗലേ, എന്താ സുമംഗലേ, കണ്ണു തുറക്കമ്മേ. കണ്ണു തുറക്കമ്മേ. അമ്മേ, ഞാൻ വെള്ളം എടുക്കാം. അമ്മേ,
അമ്മേ 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 അയ്യോ അയ്യോ അമ്മേ എന്താ പറ്റിയത് അമ്മേ അമ്മേ അയ്യോ അമ്മേ 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 അമ്മ ഒന്ന് കണ്ണു തുറക്കമ്മ അമ്മ ബാലാമണി അമ്മ വിളിക്കുന്ന അമ്മേ അമ്മേ പുറത്തു നിന്നാൽ മതി. ഈശ്വര സുമംഗലയുടെ കാര്യം അരവിന്ദനെ അറിയിച്ചോ? എന്താ രണ്ടാളും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവനെ വിളിച്ച് പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ അത് മോശമല്ലടാ. ഉണ്ണിയാമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞതാ. എന്നിട്ടോ? അയാള് ഏട്ടത്തിയെ കൊണ്ട് എവിടെ ടൂർ പോയിരിക്കാന്ന്. അത് ക്യാൻസൽ ചെയ്തെന്നാ ഏട്ടത്തിയുടെ മനസ്സിന് വിഷമാവുന്നു. എന്നാ വരണ്ടാന്ന് ഞാനും പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അയാൾ ഇവിടെ വന്നിട്ടെന്തിനാ? അവൻ എപ്പോഴാച്ചാ വരട്ടെ? ഇവിടെ ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ. എന്റെ സുമംഗലയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. ഈശ്വര എന്റെ അമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുതേ ഭഗവാനെ. സിസ്റ്റർ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അതൊക്കെ ഡോക്ടർ പറയും. മോളെ, അവൾക്കൊന്നുമില്ല. നീ ഇങ്ങനെ പേടിക്കാതെ. തല ചുറ്റി ഒന്ന് വീണു, അത്രയല്ലേ ഉള്ളൂ. അതവള് സമയത്തിന് ഭക്ഷണം കഴിക്കാത്തതിന്റെ ഉറങ്ങാത്തതിന്റെ ഒക്കെയാ, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങളുടെയൊക്കെ മട്ടുമാതിരിയും കണ്ടാൽ മറ്റുള്ളവരുടെ മനസ്സമാധാനം പോണത്. മോളെ, അച്ഛൻ്റെ തെറ്റുകൊണ്ടാ എൻ്റെ മോളുടെ ജീവിതം നശിച്ചത്. അന്നത്തെ ആ എടുത്തുചാട്ടം, ആ തെറ്റ് അച്ഛന് തിരുത്തണം. കാർത്തിക് നിനക്ക് യോജിച്ച ഒരു പുരുഷനല്ല. ഈ ബന്ധം അവസാനിപ്പിക്കണമെന്നാണല്ലോ കാർത്തിക്കിൻ്റെ ആഗ്രഹം. സന്തോഷത്തോടെ എൻ്റെ മോളും അതിന് സമ്മതിക്കുക. ദാ ഈ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട. അഭിരാമി, നിനക്ക് ഈ ഡിവോഴ്സിന് സമ്മതമല്ലേ? അതുകൊണ്ടാണോ നീ ഒപ്പിടാത്തെ? എന്താ നിന്റെ മനസ്സിൽ? അതൊന്ന് തുറന്നു പറ. നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ അയക്കൂ. ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല.
ആനന്ദാ വിളിക്കുന്നത്. ഞാൻ അവനോട് എന്താ പറയേണ്ടത്? ഒരിക്കൽ നിന്റെ ഈഗോ കാരണമാണ് നല്ലൊരു ജീവിതം നഷ്ടപ്പെട്ടത്. ഇനിയും നീ അത് തന്നെ ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ ആയിക്കോ. ആനന്ദമൊത്ത് ജീവിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞോളാം. എന്തിനാ വെറുതെ അവൻ നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഹലോ ആനന്ദേ. അച്ഛാ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. ഹോസ്പിറ്റലിൽ നിന്ന്? ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് അമ്മയൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ അകത്തേക്ക് കയറ്റിവിടാൻ കഴിയില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ. ഡോക്ടർ, അപ്പോൾ അമ്മയുടെ സിറ്റുവേഷൻ അത്രയും ക്രിട്ടിക്കലാണോ? ഡോക്ടർ പ്ലീസ്, അമ്മയ്ക്ക് എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് അമ്മയെ കാണാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് തരാത്തത്? പെർമിഷൻ തരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനേ പറഞ്ഞുള്ളൂ. പിന്നെ രോഗിക്ക് മരുന്നുകൾ ഫലം ചെയ്ത് തുടങ്ങണമെങ്കിൽ അതിനൊരു ഈശ്വരാനുഗ്രഹം കൂടി വേണം. അത് നിങ്ങളുടെ അമ്മയ്ക്കുണ്ടാകണേ എന്നുകൂടി പ്രാർത്ഥിക്കാം. നിനക്കിപ്പോൾ സന്തോഷമായല്ലോ അല്ലേ? നിന്റെ വാശി അഹങ്കാരം കാരണം എൻ്റെ അമ്മ ഇപ്പം അകത്ത് കിടക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ലെങ്കിൽ നീ പറ, ഇത്രയും ദിവസവും നീ എൻ്റെ അമ്മയോട് വാശി തീർക്കായിരുന്നില്ലേ? എൻ്റെ മോനെ സ്നേഹിക്കാൻ നീ അമ്മ അനുവദിച്ചോ? ഒന്ന് തൊടാൻ പോലും നീ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ അമ്മ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടും കൂടെയാ നീ അവൻ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ അത് സത്യമാണെന്ന് പോലും വിശ്വസിക്കാൻ കഴിയാതെ അമ്മ വീണുപോയത്. എല്ലാത്തിനും കാരണക്കാരി നീയാ. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഈ ജന്മത്ത് നിനക്ക് സ്വസ്ഥത കിട്ടുമോ? ഇല്ല, എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും ഞാനുള്ളപ്പോ എൻ്റെ അമ്മ ഒരു അപകടത്തിലേക്കും പോവില്ല. ഞാനതിന് അനുവദിക്കില്ല. അറിയാതെയോ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എൻ്റെ അമ്മയെ ശിക്ഷിക്കരുത്. എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എൻ്റെ ജീവനെടുത്തോളൂ. അങ്ങനെങ്കിൽ എനിക്കൊരു മോക്ഷം ലഭിക്കുമല്ലോ. അഴകത്തമ്മയുടെ തണലിലും സ്നേഹത്തിലുമാണ് ബാലാമണി ഇതുവരെ ജീവിച്ചത്. ആ കരുതൽ എൻ്റെ ജീവന്റെ അവസാനം വരെ എൻ്റെ മുമ്പിലുണ്ടാവണം. മോളെ ബാലാമണി, ഒക്കെ ഞാൻ അറിഞ്ഞു. മോള് വിഷമിക്കണ്ട. അവൻ അവന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതായിരിക്കും. നീ അത് വിട്ടുകളാ. അമ്മ ഇങ്ങനെ അവൻ കാരണക്കാരൻ ഞാനാണോ അച്ഛ? അച്ഛനും അങ്ങനെ കരുതുന്നുണ്ടോ? ഒക്കത്തിനും വിധിയാ കാരണം, അല്ലാതെ നീയല്ല.
ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം എഴുതി വച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ വരൂ. സന്തോഷായാലും സങ്കടമായാലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. അല്ലാതെ മറ്റെന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സും സ്നേഹവും നിന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അവളത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്, മറ്റാരെക്കാളും കൂടുതൽ. നിനക്കതുപോരെ മോളെ.